മൈൻഡിൻ്റെ വീക്ക്ലി CA ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 7 മുതൽ 12 വരെയുള്ള നമ്മളെ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ നമുക്ക് PSCക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വീക്കിലി ഒരു റിവിഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും പത്രം ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പം ഡെയിലി പത്രം വായിച്ചിട്ട് വീക്കിലി ഈ ഒരു ക്ലാസ്സും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലൊക്കെ വരുന്ന ആ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്തെ 16-ലധികം വരുന്ന ട്രൈബ്യൂണലുകളെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അവയുടെ നിയമനത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു കമ്മീഷൻ്റെ പേരാണ് ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ. എന്താണ് ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ? ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്ത് 16-ലധികം എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ട്രൈബ്യൂണൽസ് വന്നിട്ടുണ്ട്. ആ ട്രൈബ്യൂണൽസിൻ്റെ എല്ലാം നിയമനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി കൊണ്ടുവന്ന കമ്മീഷനാണിത് ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ വരാൻ കാരണമായിട്ടുള്ള ബില്ല് ഏതാണ് ബില്ല്? ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല്. ഏതാണ്? ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് 2026. ഓക്കെ അല്ലേ? ഇത് ആര് പാസ്സാക്കി? നമ്മുടെ ലോകസഭ പാസ്സാക്കിയിട്ടുണ്ട്. ഇനി രാജ്യസഭ പാസ്സാക്കിയോ? ഇല്ല, ഇതുവരെയും രാജ്യസഭ പാസ്സാക്കിയിട്ടില്ല. രാജ്യസഭ കൂടി പാസ്സാക്കിയാൽ ഇതെന്താവും? നിയമമാവും. ഓക്കെ, നിലവിലപ്പോൾ ഇതിൻ്റെ സ്ഥാനം എന്താണ്? ഇതൊരു ബില്ല് മാത്രമാണ്, നിയമം ആയിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പം ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ എന്തിനു വേണ്ടി വന്നത്? നമ്മുടെ 16-ലധികം വന്നേക്കുന്ന ട്രൈബ്യൂണൽസിൻ്റെ നിയമനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി കൊണ്ടുവന്നതാണ് എന്തെന്ന് പറയുന്നത് ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ. ലോകസഭ ഈ ഒരു ബില്ല് പാസ്സാക്കി. രാജ്യസഭ പാസ്സാക്കിയോ? ഇല്ല. ഓക്കെ, ഇനി എത്ര അംഗങ്ങളാണ് ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ ഉള്ളത്? 5 അംഗങ്ങളാണ്. എത്രയാണ്? 5 അംഗങ്ങളാണ് ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ ഉള്ളത്. ആരൊക്കെയാണ്? ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 2 ജുഡീഷ്യൽ അംഗങ്ങളും 2 ടെക്നിക്കൽ അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, ആരൊക്കെയാണ്? നമ്മുടെ ചെയർപേഴ്സൺ ഉണ്ട്, 2 ജുഡീഷ്യൽ അംഗങ്ങളുണ്ട്, 2 ടെക്നിക്കൽ അംഗങ്ങളുമാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ചെയർപേഴ്സൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ആരെയാണ് ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്നത്? റിട്ടയർഡ് ആയിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി. ശ്രദ്ധിക്കണം, ചീഫ് ജസ്റ്റിസ് അല്ല പറഞ്ഞേക്കുന്നത്, വെറും ജഡ്ജിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ ജഡ്ജിയോ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയോ നമുക്ക് നമ്മുടെ ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇവരുടെ കാലാവധി നോക്കുക. ചെയർപേഴ്സൺ ആണെങ്കിൽ 70 വയസ്സ് വരെ ആ ഒരു സ്ഥാനത്തിരിക്കാം. മറ്റ് മെമ്പേഴ്സിന് 67 വയസ്സ് വരെയാണ് അവിടെ ഇരിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്, നോക്കി വെച്ചേക്കുക. ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ ഏതാണ് ബില്ല്? ദേശീയ ട്രൈബ്യൂണൽസ് കമ്മീഷൻ്റെ ബില്ല് ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് 2026. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റാറ്റിക് GK ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലക്ഷ്മികാന്ത് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ലക്ഷ്മികാന്തിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയ നല്ല രീതിയിൽ പഠിക്കുക. ചോദ്യം ഇവിടെ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ഇത് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മികാന്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഏത് തന്നെയാണെങ്കിലും അതിൽ കാണും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതെടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, അവിടെ നിന്നാണെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ കിട്ടും. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉള്ള മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഈ വർഷം ആചരിക്കുന്നത്, അല്ലേ? 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ 2026 ആചരിക്കുന്നത്. ആ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? നമ്മുടെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഈ വർഷത്തെ ചടങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് ദേശീയ ഗീതം ആലപിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വർഷത്തെ ചടങ്ങിൽ ആദ്യമായിട്ടാണ് നമ്മൾ എന്താലപിക്കുന്നത്? നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ആലപിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ വർഷം വന്ദേ മാതരം ആലപിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ
150ാമത്തെ വാർഷികമാണ്. വന്ദേ മാതരത്തിൻ്റെ 150ാമത്തെ വാർഷികമാണ് നമ്മൾ ഈ വർഷം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ ആദ്യം ആലപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഈ വർഷം 2026 നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് പ്രമേയം? യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്നതാണ് പ്രമേയം. ഓക്കെ ആണല്ലോ? അപ്പം നമ്മുടെ 100ാം വാർഷികം ആചരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രമേയത്തെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നോക്കി വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഈ ഒരു വന്ദേ മാതരം പലയിടത്തും ഇപ്പോൾ ആചരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പലയിടത്തും വിവാദമായിട്ടുണ്ട്. ഇത് ഫുൾ വേർഷനൊക്കെ വായിച്ചപ്പോഴത്തേക്ക് അത് RSSൻ്റെ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ വിവാദങ്ങളൊക്കെ വന്ദേ മാതരത്തെ ചൊല്ലി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ആദ്യം എല്ലാ സംസ്ഥാനങ്ങളും ആലപിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സർക്കുലർ ഇറക്കി നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച്, അല്ലെങ്കിൽ ഏത് നമ്മുടെ ദേശീയതയായിട്ട് ബന്ധപ്പെട്ട പരിപാടികളാണെങ്കിലും ആദ്യം വന്ദേ മാതരം ആലപിക്കണമെന്നും അവസാനിപ്പിക്കുന്നത് ജനഗണമനയോടുകൂടി ആയിരിക്കണമെന്ന് സർക്കുലർ ഇറക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് ഏത്? നമ്മുടെ തമിഴ്നാട് അല്ലേ? അപ്പോൾ തമിഴ്നാടിന് എപ്പോഴും സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ദേശീയതയുണ്ട്. അപ്പോൾ ആ ഒരു ദേശീയതയുടെ ഭാഗമായിട്ട് അവർ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും അവരുടെ സംസ്ഥാന ഗാനമാണ് ആലപിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ സംസ്ഥാന ഗാനം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഏതാണ്? തമിഴ് തായ് വാഴ്ത്ത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലും അവരാദ്യം ഏത് തന്നെ ആയിരിക്കും പാടുക? ഏതാണ്? തമിഴ് തായ് വാഴ്ത്ത്. അത് കഴിഞ്ഞിട്ട് അവർ വന്ദേ മാതരം ആണെങ്കിലും ജനഗണമനയാണെങ്കിലും പാടുകയുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തയാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ ED ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീൻ്റെ കാലാവധി നീട്ടി എന്നതായിരുന്നു ന്യൂസ്. അപ്പം നമ്മൾ പഠിച്ചു വെച്ചേക്കുക, നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ആരാണ്, അല്ലെങ്കിൽ ED ഡയറക്ടർ ആരാണ്? രാഹുൽ നവീനാണ്. ഓക്കെ, രാഹുൽ നവീനാണ്, പഠിച്ചു വെച്ചേക്കുക. നമ്മളിപ്പം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേരാണ് ED അല്ലേ? പറഞ്ഞു വെച്ചേക്കുക, ED ഡയറക്ടർ ആരാണ്? രാഹുൽ നവീനാണ്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ ആ ഒരു ചെയർപേഴ്സണെയും കൂടെ പഠിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോയിൻമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ ED ഡയറക്ടറായിട്ടുള്ള രാഹുൽ നവീൻ്റെ കാലാവധി നീട്ടി എന്നതായിരുന്നു ന്യൂസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞു വെച്ചേക്കുക, നമ്മുടെ ED ഡയറക്ടർ ഇപ്പോൾ ആരാണ്? രാഹുൽ നവീനാണ്, മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ED. അപ്പോൾ നോക്കി വെച്ചേക്കുക, രാഹുൽ നവീനാണ് നിലവിലെ ED ഡയറക്ടർ. ഓക്കെ, ഇനി നമ്മുടെ UPSC ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അജയ് കുമാറാണ്. ആരാണ്? അജയ് കുമാറാണ്. നമ്മൾ UPSC ഒക്കെ എക്സാം എഴുതുന്ന എന്തിനാണ്? ജയിക്കാൻ വേണ്ടിയാണ് അല്ലേ? അജയ്യരായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ UPSC എക്സാം എഴുതുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അജയ് കുമാറാണ് നമ്മുടെ UPSCയുടെ ചെയർമാൻ. ഓക്കെ, ഇനി നമ്മുടെ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ്റെ ചെയർമാൻ, നമ്മുടെ ദേശീയ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ NCPCRൻ്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ വലേറ്റി പ്രേംചന്ദ് ആണ്. കുട്ടികളോട് ഭയങ്കര പ്രേമമുള്ള വ്യക്തിയാണ്. അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമ്മുടെ ദേശീയ ചിൽഡ്രൻസ് കമ്മീഷൻ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണ്? കുട്ടികളോട് സ്നേഹമുള്ള ആ ഒരു പ്രേമമുള്ള വ്യക്തിയാണെന്ന് ഓർക്കുക, പ്രേംചന്ദ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള കേരളത്തിലെ കമ്മീഷൻ, അതിൻ്റെ ചെയർമാൻ ആരാണ്? മനോജ് കുമാറാണ്. ആരാണ്? മനോജ് കുമാറാണ്. പഠിച്ചു വെച്ചേക്കുക. അപ്പം ദേശീയ തലത്തിൽ ആരാണ്? പ്രേംചന്ദ് ആണ്. കേരളത്തിലാണെങ്കിൽ മനോജ് കുമാറാണ്, KV മനോജ് കുമാർ. ഓക്കെ, ഇനി നമ്മുടെ ദേശീയ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? രാമസുബ്രഹ്മണ്യം. ആരാണ്? രാമസുബ്രഹ്മണ്യമാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ഓക്കെ, ഇനി നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? വിജയ കിഷോർ രഹത്കർ. ആരാണ്? വനിതാ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. ഓക്കെ, വിജയ കിഷോർ രഹത്കർ പഠിച്ചു വെച്ചേക്കുക. ഇനി കേരളത്തിൻ്റെ ആണെങ്കിലോ, കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ്?
പി സതീദേവി. ആരാണ്? പി സതീദേവി. അപ്പം നമ്മൾ ED ഡയറക്ടർ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അപ്പം അത് പഠിച്ചപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് എന്ത് പഠിച്ചു? കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ ഹെഡിനെയും കൂടെ പഠിച്ചു വെച്ചു. അപ്പോൾ ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കണക്ട് ചെയ്തത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആഴ്ച വന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ IT ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നമ്മുടെ റാൻഡ്സ്റ്റാറ്റ് ഇന്ത്യയുടെ റാൻഡ്സ്റ്റാറ്റ് എംപ്ലോയർ ബ്രാൻഡ് റിസർച്ച് 2026 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള തൊഴിൽദാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം ഏതാണ്? ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഗൂഗിൾ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ള തൊഴിൽദാതാവായിട്ട് മാറിയത്. അറിഞ്ഞു വെച്ചിരിക്കുക, ഗൂഗിൾ ആണ്. ഓക്കെ, അപ്പം ഗൂഗിളിൻ്റെ കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. ഉപയോക്താക്കൾക്ക് വേണ്ടി ഇൻ്റർനെറ്റിലെ വിവരങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ച് അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഗൂഗിൾ അവതരിപ്പിച്ച AI സെർച്ച് ഫീച്ചറിൻ്റെ പേരെന്താണ്? എന്താണ്? ഗൂഗിൾ അവതരിപ്പിച്ച AI സെർച്ച് ഫീച്ചർ, അതിൻ്റെ പേരാണ് ഇൻഫോർമേഷൻ ഏജൻസ്. എന്താണ്? നമ്മുടെ ഉപഭോക്താക്കളെ നിരീക്ഷിച്ചിട്ട് നമുക്കിപ്പോൾ എന്താണോ ആവശ്യമുള്ളത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമ്മുടെ ക്രോമിലാണെങ്കിലും എല്ലാം വരത്തില്ലേ? അപ്പോൾ അതേ കണക്ക് നമ്മുടെ ഗൂഗിൾ ഇതിനു വേണ്ടി കൊണ്ടുവന്ന AI സെർച്ച് ഫീച്ചറാണ് ഇൻഫോർമേഷൻ ഏജൻസ്. ഇനി നമ്മുടെ ആൻഡ്രോയിഡ്, ക്രോം OS എന്നിവ ലയിപ്പിച്ച് നമ്മുടെ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് അലൂമിനിയം OS. എന്തൊക്കെ ചേർന്നിട്ടാണ്? ആൻഡ്രോയിഡും ക്രോം OSഉം ലയിപ്പിച്ചിട്ട് നമ്മുടെ ഗൂഗിൾ കൊണ്ടുവന്ന ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏത്? അലൂമിനിയം OS. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ ഡിജിറ്റൽ തട്ടിപ്പ് തടയാൻ വേണ്ടി AI അധിഷ്ഠിത റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ നമ്മുടെ ഗൂഗിൾ കൊണ്ടുവന്ന, അത് അറിഞ്ഞു വെച്ചേക്കുക. എന്താണ്? റിയൽ ടൈം സ്കാം ഡിറ്റക്ഷൻ ടെക്നോളജി ആര് കൊണ്ടുവന്നു? ഗൂഗിൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും നമ്മുടെ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് 2025-26 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് ആരാണ്? ഗൂഗിൾ ആണ്. അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ സംസ്ഥാനത്തെ മികച്ച കൃഷിഭവനുള്ള അവാർഡ് സ്വന്തമാക്കി ആരാണ്? തിരുവല്ലയിലെ കുറ്റൂർ കൃഷിഭവൻ. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഏത് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അവാർഡാണ്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കൃഷിഭവനുള്ള അവാർഡ് 2025 അത് കിട്ടിയത് ആർക്കാണ്? തിരുവല്ലയിലെ കുറ്റൂർ കൃഷിഭവനാണ്. ഓക്കെ, അറിഞ്ഞു വെച്ചേക്കുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഏതാണ്? നമ്മുടെ പ്രഥമ ഉമ്മൻചാണ്ടി കാർഷിക പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ചെറുവയൽ രാമനാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായിട്ട് കാർഷിക പുരസ്കാരത്തിന് എന്ത് പേര് കൊടുത്തു? ഉമ്മൻചാണ്ടി പുരസ്കാരം എന്ന് പേര് കൊടുത്തു. അപ്പം പ്രഥമ ഉമ്മൻചാണ്ടി കാർഷിക പുരസ്കാരം ആർക്ക് കിട്ടി? ചെറുവയൽ രാമന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ചെറുവയൽ രാമനെ നമ്മൾ കുറേ നാളുകൊണ്ട് കേൾക്കുന്നുണ്ട്. ആരാണ് ഈ ചെറുവയൽ രാമൻ? നമ്മുടെ എന്താണ് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ആര്? ചെറുവയൽ രാമൻ. ആരാണ്? പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ്. അതുപോലെ പ്രഥമ ഉമ്മൻചാണ്ടി കാർഷിക പുരസ്കാരം ആർക്ക് കിട്ടി? നമ്മുടെ ചെറുവയൽ രാമന് കിട്ടി അല്ലേ? അതുപോലെ അറിഞ്ഞു വെച്ചേക്കുക, നമ്മുടെ ചെറുവയൽ രാമനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററിയുടെ പേരാണ് നെഗൽ. എന്താണ്? നെഗൽ, ഒരു നെല്ലു മനുഷ്യൻ്റെ കഥ. അറിഞ്ഞു വെച്ചേക്കുക, ചെറുവയൽ രാമനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററിയുടെ പേരാണ് നെഗൽ, ഒരു നെൽ കർഷകൻ്റെ അല്ലെങ്കിൽ നെൽ മനുഷ്യൻ്റെ കഥ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കാർഷിക ഉത്തമ പുരസ്കാരം ആർക്കാണ്? രാജനാരായണനാണ് കിട്ടിയത്. കേരകേസരി പുരസ്കാരം കിട്ടിയത് KK സേവ്യർക്കാണ്. ഇതൊന്നും അങ്ങനെ ഇപ്പോൾ PSC ചോദിക്കാറില്ല, പക്ഷേ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ 2026 പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ അവാർഡ് കിട്ടിയത് ആർക്കാണ്? P പേച്ചി അമ്മാൾക്കും ഗോവിന്ദമ്മാൾക്കുമാണ്. ഓക്കെ, ഇപ്പം 2026 നമ്മുടെ MS സ്വാമിനാഥൻ അവാർഡ് കിട്ടിയത് ആർക്കാണ്? പേച്ചി അമ്മാൾക്കും ഗോവിന്ദമ്മാൾക്കുമാണ്. ഓക്കെ അല്ലേ?
ഇനി അടുത്തതാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ IT ഉൾപ്പെടുത്താം. രണ്ടിലും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നമ്മുടെ പ്രളയകാലത്ത് ഡാമുകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി AI സംവിധാനത്തെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് ഉപയോഗിച്ച് പ്രളയ സാധ്യതയൊക്കെ മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രളയ മേഖലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എത്ര ദിവസം മുന്നേ അറിയാൻ പറ്റും? ഒരു 3 ദിവസം മുന്നേ തന്നെ നമുക്ക് പ്രളയം ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ രാജ്യത്തെ ഡാമുകളുടെ സുരക്ഷയ്ക്കായിട്ട് 2 പ്രധാന AI സംവിധാനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 2 പ്രധാന AI സംവിധാനങ്ങൾ? ഒന്ന് ധർമ്മയാണ്, അടുത്തത് ഡാം ചാറ്റ് ആണ്. ഒക്കെ രണ്ടും പഠിച്ചു വെച്ചേക്കാം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഡാമുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് യൂസ് ചെയ്യുന്ന 2 AI പ്ലാറ്റ്ഫോമുകളാണ്, അല്ലെങ്കിൽ 2 AI ആപ്പുകളാണ്. ഏതൊക്കെ? ധർമ്മയും ഡാം ചാറ്റും. ഓക്കെ, ധർമ്മ എന്താണ്? ധർമ്മ ഡാം ഹെൽത്ത് ആൻഡ് റീഹാബിറ്റേഷൻ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ഡാം ഹെൽത്ത് ആൻഡ് റീഹാബിലിറ്റേഷൻ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ എന്നതാണ് ധർമ്മയുടെ പൂർണ്ണമായിട്ടുള്ള പേര്. നമ്മുടെ രാജ്യത്തെ 5000 ഡാമുകളിൽ ജല കമ്മീഷൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡാം ചാറ്റ് എന്താണ്? ഡാം ചാർട്ടുകൾ വിശകലനം ചെയ്തിട്ട് നമ്മുടെ ഡാമുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്ന AI സംവിധാനമാണ് ഡാം ചാറ്റ്. അപ്പോൾ പഠിച്ചു വെച്ചേക്കുക, നമ്മുടെ രാജ്യത്ത് ഡാമുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും പ്രളയം ഉണ്ടാകുമോ ഇല്ലയോ, എത്രമാത്രം ബാധിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് 2 പ്രധാന ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ധർമ്മയും ഡാം ചാറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കറണ്ട് അഫയേഴ്സ്. കൊളംബിയയിൽ എന്തുണ്ടായി? ഭൂകമ്പം ഉണ്ടായി. ഓക്കെ, എത്രയാണ് റിക്ടർ സ്കെയില്? 7.4 അറിഞ്ഞു വെച്ചേക്കുക. PSC ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് 7ൽ കൂടുതലൊക്കെ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. കൊളംബിയയിൽ എന്തുണ്ടായി? ഭൂകമ്പം ഉണ്ടായി. 7.4 ഉണ്ടായത്. ഓക്കെ, അടുത്തിടെ ഇരട്ട ഭൂകമ്പം ഉണ്ടായ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? വെനസ്വേലയാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലായിടത്തും നമ്മൾ പഠിക്കുന്നത് ഒരു ഭൂകമ്പമാണ്, പക്ഷേ വെനസ്വേലയിൽ അടുത്തിടെ ഇരട്ട ഭൂകമ്പം ഉണ്ടായി. ഓക്കെ, അപ്പം അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തതാണ് 2026 ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? ചൈനയിലാണ്. നമ്മുടെ അടുത്തിടെ ചില ന്യൂസ് ചാനലുകളിൽ ഡോൾഫിൻ ഒരു ചെറിയ മീനല്ല, ചുഴലിക്കാറ്റാണെന്നൊക്കെ പറഞ്ഞത് വലിയ ട്രോളിനൊക്കെ കാരണമായിരുന്നു. ഡോൾഫിൻ മീനാണോ? മീനല്ല, സസ്തനിയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ പറഞ്ഞ് കുറച്ച് കോമഡി ട്രോളൊക്കെ ആയതാണ്. ചില സമയത്ത് ഇങ്ങനെ വിവാദമായതും കോമഡി ആയതും ട്രോൾ ആയതൊക്കെ ചിലപ്പോൾ PSC ചോദിക്കാറുണ്ട്. PSCയുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? ചൈനയിലാണ്. ഏത് കടലിലാണ് അല്ലെങ്കിൽ ഏത് സമുദ്രത്തിലാണ് ഈ ഒരു ഡോൾഫിൻ ചുഴലിക്കാറ്റ് ഉണ്ടായത്? എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ നമ്മുടെ ഉഷ്ണതരംഗത്തെയും മിന്നലിനെയും ഔദ്യോഗിക പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെയൊക്കെയാണ് ഉഷ്ണതരംഗത്തെയും മിന്നലിനെയൊക്കെ നമ്മുടെ സംസ്ഥാന ദുരന്തത്തിൻ്റെ പട്ടികയിലൊക്കെ മുന്നേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എന്താണ്? കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേശീയ ദുരന്ത പട്ടികയിൽ ഏതും വന്നിട്ടുണ്ട്, മിന്നലും ഉഷ്ണതരംഗവും വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് IT ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ IT ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് IRIS ആണ്. എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിലെ ഹൈസ്കൂളുകളിൽ നമ്മുടെ അഡ്വാൻസ്ഡ് റോബോട്ടിക് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI റോബോട്ടിക് ടിപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് IRIS ഹബ്ബ്. എന്താണ്? IRIS ഹബ്ബ്. ഐറിസിൻ്റെ സ്പെല്ലിംഗ് ആണ് കിടക്കുന്നത്, AIRES. ഓക്കെ, IRIS ഹബ്ബ്.
അപ്പം AI അഡ്വാൻസ്ഡ് റോബോട്ടിക് ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നതാണ് ഈ ഒരു ഐറിസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഓക്കെ, അപ്പോൾ എന്താണ് ഐറിസ് ഹബ്ബ്? എന്താണ് നമ്മുടെ സ്കൂളുകളിൽ, ഹൈസ്കൂളുകളിൽ അഡ്വാൻസ്ഡ് റോബോട്ടിക് ടെക്നോളജി അല്ലെങ്കിൽ കിറ്റുകളൊക്കെ സജീവമാക്കാനും നിർമ്മിത ബുദ്ധിയും നമ്മുടെ റോബോട്ടിക് ടിപ്സുകളും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ഐറിസ്. ഓക്കെ, അപ്പം ഐറിസ് പദ്ധതി എന്ന് പറയുമ്പോൾ ഐറിസിൻ്റെ പൂർണ്ണ രൂപം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. AI ആൻഡ് റോബോട്ടിക് ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നതാണ് ഐറിസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന 16 പദ്ധതികളിൽ ഒരെണ്ണമാണ് ഏത്? ഐറിസ് പദ്ധതി. വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന 16 പദ്ധതികളിൽ ഒരെണ്ണമാണ്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന 4 പദ്ധതികളിൽ ഒരെണ്ണവുമാണ്. ഓക്കെ, മൊത്തം 16 പദ്ധതി ഉണ്ട്. അതിൽ കൈറ്റിൻ്റെ കീഴിൽ എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണേ ഉള്ളൂ. ഓക്കെ, ആ 4-ൽ ഒരെണ്ണമാണ് ഐറിസ്. അപ്പോൾ ബാക്കി 3 എണ്ണം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. താരാപദം, സ്കൂൾ വിക്കിത്തൺ, ഡിജിറ്റൽ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈറ്റിൻ്റെ നേതൃത്വത്തിൽ 4 പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ആ 4 പദ്ധതികളാണ് ഐറിസ് ഹബ്ബ്, താരാപദം, സ്കൂൾ വിക്കിത്തൺ, ഡിജിറ്റൽ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? അറിഞ്ഞു വെച്ചേക്കുക. ഇപ്പോൾ അടുത്തിടെയല്ലേ നമ്മൾ മന്ത്രിസഭ മാറിയത്. അപ്പം നമ്മൾ ഇതൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളായിരിക്കും. ഡെയിലി കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മന്ത്രിമാരെയൊക്കെ വരുമ്പം കൂടെ അങ്ങ് പഠിച്ചു പോവുക. കുറേ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതെന്താവും? നമ്മുടെ മനസ്സിൽ നിന്നോളും. ഓക്കെ, അപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഷംസുദ്ദീൻ ആണ്. ആരാണ്? ഷംസുദ്ദീൻ ആണ്. പഠിച്ചു വെച്ചേക്കുക, ഷംസുദ്ദീൻ. ഓക്കെ, ആരാണ്? നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ഷംസുദ്ദീൻ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേരാണ് കേരള ലോട്ടറി ഒഫീഷ്യൽ. എന്താണ്? നമ്മുടെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ മൊബൈൽ ആപ്പാണ് ഏത്? നമ്മുടെ കേരള ലോട്ടറി ഒഫീഷ്യൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഫോൺ കട്ടായി പോകാറുണ്ട് അല്ലേ? ചില സമയത്ത് അതിനൊരു എരപ്പ് പോലെ അങ്ങനെയുള്ള ചില ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ റേറ്റിംഗ് രൂപത്തിൽ നമുക്ക് ആരെ അറിയിക്കാനായിട്ട് സാധിക്കും? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ട്രായിനെ അറിയിക്കാനായിട്ട് സാധിക്കും. അത് ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ്? മൈ കോൾ ആപ്പ്. ഓക്കെ, അപ്പോൾ മൈ കോൾ ആപ്പ് ഉപയോഗിച്ചിട്ട് ട്രായിയെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയിക്കാനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. മൈ കോൾ ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രായിയെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ കുട്ടികളുടെ വൈകല്യങ്ങളൊക്കെ പ്രാരംഭഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ NCERT കൊണ്ടുവന്ന പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പ്രശസ്ത് 2.0. എന്താണ്? പ്രശസ്ത് 2.0 പഠിച്ചു വെച്ചേക്കാം. അടുത്തതാണ് മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ പദ്ധതികളെ പറ്റി അറിയാനും അടിയന്തര സേവനങ്ങളൊക്കെ നൽകാനും വേണ്ടി കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആപ്പാണ് ജീവൻ ആപ്പ്. എന്താണ്? ജീവൻ ആപ്പ്. ആരാ കൊണ്ടുവന്നത്? കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ജീവൻ ആപ്പ് കൊണ്ടുവന്നത്. എന്താണ് ജീവൻ ആപ്പ്? മുതിർന്ന പൗരന്മാർക്കുള്ളതാണ്. ഓക്കെ, നമ്മുടെ വീട്ടിലെ പ്രായമായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒന്നും ചിലപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ തന്നെ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ സ്കീമുകളെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി കൊണ്ടുവന്ന ആപ്പാണ് ഇത്? ജീവൻ ആപ്പ്. ആരാ കൊണ്ടുവന്നത്? കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് അല്ലെങ്കിൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അധ്യാപകരെ അടക്കം കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ AI എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് AI ഗുരു. ഓക്കെ, അധ്യാപകരൊക്കെ ഇപ്പം AI പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടല്ലേ? പുതിയ ടെക്നിക്കുകളൊക്കെ വരികയാണ്. സ്കൂളുകളിലൊക്കെ AI സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പഴയ ടീച്ചേഴ്സിന് ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പിള്ളേരെങ്ങനെ പഠിക്കും? അതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് AI ഗുരു. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സർക്കാരിൻ്റെ 20 വകുപ്പുകളിലായിട്ടുള്ള 76 സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഓഫീസിൽ കയറി ഇറങ്ങാതെ വാട്സപ്പ് വഴി ലഭ്യമാക്കാൻ നമ്മുടെ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരാണ്
നമ്മ അരസ്. നല്ല സംവിധാനമല്ലേ? വില്ലേജ് ഓഫീസിൽ ഒന്നും കയറി ഇറങ്ങണ്ട, വീട്ടിലിരുന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എന്ത് കിട്ടും? നമ്മുടെ ഈ സേവനങ്ങളൊക്കെ കിട്ടും. ഏതാണ് പേര്? നമ്മ അരസ്. ആരാ നടപ്പിലാക്കിയത്? തമിഴ്നാട് സർക്കാരാണ് നടപ്പിലാക്കിയത്. ക്ലിയർ ആണോ? ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോഴും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് PSC ചോദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂസ്? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മലയാളി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. ആരാണ്? അനിൽ മേനോൻ അല്ലെ? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അനിൽ മേനോനാണ്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബഹിരാകാശത്ത് ആദ്യമായിട്ട് നടന്ന മലയാളി എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? അനിൽ മേനോനാണ്. പുള്ളിക്കാരൻ അവിടെ പോയി വെറുതെ ഇരുന്നില്ല, അവിടെ പോയി എന്ത് ചെയ്തു? നടന്നു. ഓക്കെ, അപ്പോൾ ആ നടന്നത് എത്ര സമയമാണ് എന്നും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. 6 മണിക്കൂർ 27 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളി, അതുപോലെ ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ മലയാളി, പിന്നെ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? നടന്ന സമയം 6 മണിക്കൂർ 27 മിനിറ്റ്. ഒരു 3 മിനിറ്റും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കൊരു 6.5 മിനിറ്റ് എന്ന് പറയാമായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ എക്സ്പെഡിഷൻ 74-75 ദൗത്യത്തിലാണ് പുള്ളിക്കാരൻ പോയത്. ഇനി അവിടെ പോയ ആ നിലയത്തിൻ്റെ കമാൻഡർ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജെസിക്ക മേയർ. ആരാണ്? ജെസിക്ക മേയർ ആണ്. ഓക്കെ, ഇനി നിലയത്തിൻ്റെ സൗരോർജ സംവിധാനം ആധുനീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവർ നടപ്പിലാക്കുന്ന ഒരു ദൗത്യമുണ്ട്. അതിൻ്റെ പേരാണ് എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി. എന്താണ്? എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി പഠിച്ചു വെച്ചേക്കാം. ഇനി എന്നാണ് നമ്മുടെ അനിൽ മേനോൻ യാത്ര പുറപ്പെട്ടത്? ജൂലൈ 14, 2026. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആണോ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അനിൽ മേനോനെ പറ്റി പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തു നോക്കുക. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളിയാണ്, ബഹിരാകാശത്ത് നടന്ന ആദ്യ മലയാളിയാണ്. പിന്നെ നമ്മൾ എത്ര സമയം എന്ന് പറഞ്ഞു? 6.5 മിനിറ്റിൻ്റെ അടുപ്പിച്ച് അല്ലേ? എത്രയാ? 3 മിനിറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? 6 മണിക്കൂർ 27 മിനിറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ആ പോയ ദൗത്യം എക്സ്പെഡിഷൻ ദൗത്യത്തിലാണ് പോയത്. പിന്നെ നിലയത്തിലൊരു എന്താണ്? ആ ഒരു സൗരോർജ സംവിധാനത്തെ ആധുനീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊരു ദൗത്യം നടപ്പിലാക്കി. അതിൻ്റെ പേരാണ് എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി. ഓക്കെ, ഇനി എന്നാണ് യാത്ര പുറപ്പെട്ടത്? ജൂലൈ 14, 2026 അനിൽ മേനോൻ യാത്ര പുറപ്പെട്ടത്. ക്ലിയർ ആണോ? അടുത്ത നമ്മൾ നോക്കുന്നത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ISROയുടെ 2 വിക്ഷേപണങ്ങളുടെ അനുമതി നമ്മുടെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. ഏതൊക്കെയാണ് ആ ദൗത്യങ്ങൾ? ഏതൊക്കെയാണ്? NVS-03 EOS-05 പഠിച്ചു വെച്ചേക്കുക. NVS-03 EOS-05 എന്തുകൊണ്ടാണ് നിഷേധിച്ചത്? നമ്മുടെ ഈ 2026 ആദ്യം തന്നെ വിക്ഷേപിച്ച 2 എണ്ണവും പരാജയമായിരുന്നു അല്ലേ? നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ ആ 2 വിക്ഷേപണങ്ങളും പരാജയമായതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയല്ലേ ഇതൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും അനുമതി തരാനായിട്ട് പറ്റത്തില്ല. എന്താണ്? നല്ല രീതിയിൽ സക്സസ് ആവുമെങ്കിൽ ഉറപ്പാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് ആര് പറഞ്ഞു? ISRO പറഞ്ഞു. ഓക്കെ, അപ്പോൾ അറിഞ്ഞു വെച്ചേക്കുക. NVS-03യുടെയും EOS-05 അനുമതിയാണ് നിഷേധിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? NVS-03 എന്തിനു വേണ്ടിയുള്ളതാണ്? ഇന്ത്യയുടെ തദ്ദേശീയ നാവിക് ഉപഗ്രഹമാണ്. ഏതെന്ന് പറയുന്നത്? NVS-03. നാവിക് എന്താണ്? ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ് നാവിക്. ഓക്കെ, അപ്പോൾ ആ നാവിഗേഷന് വേണ്ടിയുള്ള ഉപഗ്രഹമാണ് ഏത്? NVS-03 എന്ന് പറയുന്നത്. ഇനി EOS-05 എന്തിനുള്ളതാണ്? അതിർത്തി നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും വേണ്ടിയുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അപ്പോൾ എന്താണ്? EOS-05 ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. എന്തിനൊക്കെ വേണ്ടിയാണ്? അതിർത്തി നിരീക്ഷിക്കാനും ദുരന്ത നിവാരണത്തിനും വേണ്ടിയുള്ളതാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക. ഈ 2 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യ 6ാം തലമുറ യുദ്ധവിമാനം ഏത് രാജ്യത്ത് നിന്ന് വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. നമ്മൾ ഇത്രയും നാളും 5ാം തലമുറ വരെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ 6ാം തലമുറ എവിടെ നിന്ന് വാങ്ങിക്കുകയാണ്?
ഫ്രാൻസിൽ നിന്ന് മേടിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ 6th ജനറേഷൻ യുദ്ധവിമാനം നിർമ്മിക്കാൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യ എന്ത് നിർമ്മിക്കുന്നത്? 6th ജനറേഷൻ യുദ്ധവിമാനം നിർമ്മിക്കുന്നത്. അപ്പം ഈ യുദ്ധവിമാനം നമ്മൾ ഇത്രയും നാളും ആരുടെ കയ്യിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്? റഷ്യയുടെ കയ്യിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമുക്ക് പ്രധാനമായിട്ടും അറിയാവുന്ന റഷ്യയുടെ ഒരു യുദ്ധവിമാനമാണ് സുഗോയ് അല്ലേ? നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് സുഗോയ് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് റാഫേൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 യുദ്ധവിമാനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ കയ്യിലുള്ളത്. അതിൽ ഇനി സുഗോയ് വേണ്ട എന്നതാണ് നമ്മുടെ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള സുഗോയ് ഇനി നമുക്ക് വേണ്ട, അങ്ങനെ സുഖിപ്പിക്കേണ്ട, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞേക്കാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇനി ആരുമായിട്ട് മാത്രമേ കാണത്തുള്ളൂ? ഫ്രാൻസുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നോക്കി വെച്ചേക്കുക, ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റാഫേലും വാങ്ങുന്നത്. ഇപ്പം എന്താണ്? 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനും ഫ്രാൻസുമായിട്ടാണ് സഹകരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെ ഏത് പദ്ധതിയാണ്? ഫ്യൂച്ചർ കോമ്പാക്റ്റ് എയർ സിസ്റ്റം പദ്ധതിയായിട്ടാണ് നമ്മുടെ ഇന്ത്യ സഹകരിക്കുന്നത്. അറിഞ്ഞു വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ ആലുവ സർവമത സമ്മേളനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പം ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സർവമത പാർലമെൻറ്റ് എവിടെ നടക്കുന്നു, അല്ലെങ്കിൽ ലോക മത പാർലമെൻറ്റ് എവിടെ സംഘടിപ്പിക്കുന്നു? ജപ്പാനിലെ ടോക്കിയോയിലാണ് സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും ഇപ്പം അവരെന്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞു വെച്ചേക്കുക, ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ലോകമത പാർലമെൻറ്റ് എവിടെയാണ് ചേരുന്നത്? ജപ്പാനിലെ ടോക്കിയോയിലാണ്. എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോയിലാണ് ചേരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് ആലുവ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അപ്പോൾ ശ്രീനാരായണ ഗുരു രചിച്ച 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അറിഞ്ഞു വെച്ചേക്കുക, അത് PSCയുടെ PYQ ആണ്. ഓക്കെ, ഏതാണ്? ദൈവദശകം. ഏതാണ്? ദൈവദശകം. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും കൂടുതൽ ലാംഗ്വേജസിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ഏത്? ദൈവദശകം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ചരിത്രപരമായ പീരങ്കികൾ കണ്ടെത്തിയ കേരളത്തിലെ ഒരു ക്ഷേത്രം ഉണ്ട്. അറിഞ്ഞു വെച്ചേക്കുക, ഏതാണ് ക്ഷേത്രം? നമ്മുടെ കാസർഗോഡുള്ള അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം. ഈ അടൂർ എന്നൊക്കെ കാണുമ്പം നമ്മൾ പത്തനംതിട്ടയാന്നൊക്കെ വിചാരിക്കും, അതുകൊണ്ട് നോക്കി വെച്ചേക്കുക. അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം എവിടെയാണ്? കാസർഗോഡാണ്. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക, കാസർഗോഡാണ്. എന്താ കിട്ടിയത്? പീരങ്കികൾ. അപ്പോൾ അടുത്തിടെ കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് പീരങ്കികൾ കണ്ടെടുത്തത്? എവിടാണ്? നമ്മുടെ അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം, കാസർഗോഡാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്? കൃതികളുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. മാമൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതി തയ്യാറാക്കിയത്? ആരാണ്? PG നമ്മീർ. ആരാണ്? PG നമ്മീറാണ്. ഓക്കെ, മാമൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് ആരാ തയ്യാറാക്കിയത്? PG നമ്മീറാണ്. ഓക്കെ, ഇനി പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? S ഹരീഷിൻ്റെ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്ന് പഠിക്കാനുള്ള ബുക്കാണ് ഏത്? പട്ടുനൂൽ പുഴു. ഓക്കെ, പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? S ഹരീഷിൻ്റെ ആണ്. S ഹരീഷിൻ്റെ തന്നെ മറ്റൊരു നോവൽ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? മീശ. ഓക്കെ, അതും അറിഞ്ഞു വെച്ചേക്കുക. മീശയും ആരുടേതാണ്? S ഹരീഷിൻ്റെ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അണ്ടർ 20 അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ സ്വന്തമാക്കിയ വ്യക്തി ആരാണ്? ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ സ്വന്തമാക്കിയത് ആശിഷ് യാദവ് ആണ്. ഏതിലാണ്? അണ്ടർ 20 അത്ലറ്റിക്സ്. ഓക്കെ, അണ്ടർ 20 അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ വ്യക്തി ആരാണ്? ആശിഷ് യാദവ് ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഇങ്ങനൊരു മെഡൽ നേടുന്ന 2ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടി ജാവലിൻ ത്രോയിൽ അണ്ടർ 20 അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന 2ാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആശിഷ് യാദവ്. അപ്പോൾ ആദ്യത്തെ ആരാ? ആദ്യത്തെ നമ്മുടെ നീരജ് ചോപ്ര. ആരാണ്? നീരജ് ചോപ്രയാണ്. പക്ഷെ നീരജ് ചോപ്രയ്ക്ക് എന്താ കിട്ടിയത്? സ്വർണ്ണ മെഡലായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ 2026 ദോഹ ഡയമണ്ട് ലീഗിൽ
ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ്? ദോഹ ഡയമണ്ട് ലീഗിൽ രുമേഷ് പതിരകയാണ്. ഓക്കെ, രുമേഷ് പതിരകയാണ് ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത്. 2026 ദോഹ ഡയമണ്ട് ലീഗാണ്, അറിഞ്ഞു വെച്ചേക്കുക. ഇനി ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? ജാവലിൻ ത്രോയിൽ 90 മീറ്റർ മറികടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അതുപോലെ ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവും ആര് തന്നെയാണ്? നീരജ് ചോപ്രയാണ്. അപ്പം ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? നീരജ് ചോപ്ര. ഏതാണ്? ദോഹ ഡയമണ്ട് ലീഗാണ്. ഓക്കെ, അറിഞ്ഞു വെച്ചേക്കാം. എത്രയാണ് ഇദ്ദേഹം മറികടന്നത്? 90.23 മീറ്റർ ആണ്. അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ, 90.23 മീറ്റർ ആണ്. ഇപ്പം അടുത്തിടെ നമ്മൾ കോമൺവെൽത്ത് പഠിച്ചില്ലേ? കോമൺവെൽത്ത് പഠിച്ചപ്പോഴത്തേക്ക് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയ കാര്യം നമ്മൾ പഠിച്ചല്ലേ. പക്ഷെ പുള്ളിക്കാരന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കിട്ടിയില്ല, പത്രങ്ങളൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാഞ്ഞെന്നറിയാമോ? ഇവിടെ 90 മീറ്റർ മറികടന്ന ഒരു വ്യക്തി ഇനി ഇതിൽ കൂടുതൽ കിട്ടിയാലേ വലിയ ഇമ്പോർട്ടൻസ് കിട്ടത്തുള്ളൂ. ഇതിൽ താഴെയാണ് പോയതെങ്കിൽ ന്യൂസുകാരൊക്കെ പറയും പ്രതീക്ഷിച്ചതിനത്ര ഒന്നും വന്നില്ല എന്ന് പറയും. അതാണ് സംഭവിച്ചത്. 90 മീറ്റർ മറികടക്കാനായിട്ട് ഇപ്രാവശ്യം കോമൺവെൽത്ത് ഗെയിംസിൽ ആർക്ക് സാധിച്ചില്ല? നീരജ് ചോപ്രയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ ന്യൂസ് ചാനലുകളും ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീരജ് ചോപ്രയെ കാണിക്കാഞ്ഞത്. ഓക്കെ, അടുത്ത നമ്മുടെ 2026 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2026 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ വേൾഡ് ഓർഗനൈസേഷൻ പഠിക്കുമ്പം കേൾക്കാറുള്ളൊരു പേരാണ് ജനീവ, സ്വിറ്റ്സർലൻഡ് അല്ലേ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ താഴെ നിങ്ങൾക്ക് അറിയുന്ന നമ്മുടെ വേൾഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ് ആയിട്ട് വരുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. നമ്മുടെ PSC ഇപ്പം റീസെൻ്റ് ആയിട്ട് നടത്തുന്ന എക്സാമുകളിലൊക്കെ വേൾഡ് ഓർഗനൈസേഷനും ആസ്ഥാനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്കൊരു റിവിഷൻ പോലെയാവും. ഒന്ന് നോക്കി കമൻറ്റ് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ 2024 ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? യൂജിൻ, ഒറിഗൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അറിഞ്ഞു വെച്ചേക്കുന്നത്. നമ്മളപ്പോൾ ഈ ഒരു വേദിയായിട്ട് കണക്ട് ചെയ്ത് 1-2 വേദികളൊന്ന് പഠിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് 2026 ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? യൂജിൻ, ഒറിഗൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇനി നമ്മുടെ 2026 വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹി ആണ്. നമ്മുടെ 2026 വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം ന്യൂഡൽഹിയല്ലേ, നമ്മുടെ ഇന്ത്യയിലല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെ പ്രതിനിധീകരിച്ച് പീക്കോ എന്ന ഭാഗ്യചിഹ്നമാണ് ഉള്ളത് കേട്ടോ. പറഞ്ഞു വെച്ചേക്കുക. നമ്മുടെ വേൾഡ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2026 നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? പീക്കോ ആണ്. നമ്മുടെ പീക്കോക്കിനെ പ്രതിനിധീകരിച്ചിട്ടാണ് പീക്കോ എന്ന് പറയുന്ന ഭാഗ്യചിഹ്നം വന്നേക്കുന്നത്. ഇനി നമ്മുടെ 2026 കൊറിയൻ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിൻ്റൺ സിംഗിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? അഷ്മിത ചാലിഹ. ആരാണ്? അഷ്മിത ചാലിഹ. ഓക്കെ ആണോ? ഇത്രയും ഫാക്ട്സും ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് USA-യിൽ നടന്ന സെയിൻറ്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പ്രജ്ഞാനന്ദയാണ്. ആരാണ്? പ്രജ്ഞാനന്ദയാണ്. എന്താണ്? സെയിൻറ്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ്സിൻ്റെ കിരീടം നേടിയ അല്ലെങ്കിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. ഓക്കെ, അപ്പോൾ ഈ പ്രജ്ഞാനന്ദ ആണ് നമ്മുടെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും കേട്ടോ. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ആരാണ്? നമ്മുടെ പ്രജ്ഞാനന്ദയാണ്. ലോക ചെസ് ചാമ്പ്യനായി നമ്മുടെ ഡി ഗുഗേഷിൻ്റെ എതിരാളിയായിട്ട് ഈ വർഷം മത്സരിക്കുന്നതും ആരാണ്? നമ്മുടെ പ്രജ്ഞാനന്ദയാണ്. ഓക്കെ, 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റിൽ നമ്മുടെ ഡി ഗുഗേഷിന് എതിരാളിയായിട്ട് മത്സരിക്കുന്ന ഏക ഇന്ത്യൻ താരം, പുരുഷ വിഭാഗത്തിലാണ് ഏക ഇന്ത്യൻ താരം ആരാണ്? പ്രജ്ഞാനന്ദയാണ്. ഇനി നമ്മുടെ പ്രജ്ഞാനന്ദയും വൈശാലിയും ആരാണ്? സഹോദരങ്ങളാണ്. അപ്പം ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യത്തെ സഹോദരങ്ങളാണ് ആര്? പ്രജ്ഞാനന്ദയും വൈശാലിയും. പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ താഷ്കൻഡിൽ നടന്ന
ചെസ് കപ്പ് മാസ്റ്റേഴ്സ് 2025 ടൂർണമെൻറ്റിൽ ഗ്രാൻഡ് മാസ്റ്ററായിട്ട് വിജയിച്ചതും ആരാണ്? പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ പ്രജ്ഞാനന്ദയുടെ കറണ്ട് അഫയേഴ്സ് ആണ് ഇത്രയും. ഒന്ന് നോക്കി വെച്ചേക്കുക. PSC ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പം ഇനിയും ചോദിക്കാം. ചെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം.